നമ്മുടെ ചുറ്റുപാടും നമ്മൾ നോക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇനിയിപ്പം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം നോക്കുകയാണെങ്കിലും നിങ്ങളത് വളരെ ലൈവായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ കഴിഞ്ഞ നിങ്ങളുടെ ഒരു അക്കാഡമിക് ജേർണിയിൽ ഇതേപോലെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു മാറ്റം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട്, നമ്മുടെ എക്സാം പാറ്റേൺ മാറിയിട്ടുണ്ട്. സിമ്പിളാണെന്ന് നമ്മൾ കരുതിയിട്ടുള്ള, നമ്മൾ വിശ്വസിച്ച ചില എക്സാംസ് നമുക്ക് ടഫായിട്ടുണ്ട്, ടഫാണെന്ന് നമ്മൾ കരുതിയ എക്സാംസ് ചിലപ്പോൾ നമുക്ക് സിമ്പിളായിട്ടുണ്ട് അല്ലേ. അപ്പം ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഒരിക്കലും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല ഇത് ഇനി സംഭവിക്കില്ല, ഇതോടുകൂടി എല്ലാം കഴിഞ്ഞു എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. കാരണം നമ്മൾ പറയാറുണ്ട്, ചേഞ്ച് ഇസ് ദി ഓൺലി തിങ് ദാറ്റ് വിൽ നെവർ ചേഞ്ച് അല്ലേ. മാറ്റങ്ങൾക്കാണ് ഒരിക്കലും മാറ്റം സംഭവിക്കാത്തത്, അതെപ്പോഴും സംഭവിച്ചുകൊണ്ടേയിരിക്കും അല്ലേ. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വന്നാലും, ടെക്സ്റ്റ് ബുക്ക് മാറിക്കോട്ടെ, സിലബസ് മാറിക്കോട്ടെ, ഇനി നമ്മുടെ എക്സാം ടഫായിക്കോട്ടെ, ഇനി അതുമല്ല നമ്മുടെ എക്സാം പാറ്റേൺ മാറിക്കോട്ടെ അല്ലേ, എക്സാം ചോദിക്കുന്ന രീതി മാറിക്കോട്ടെ, ക്വസ്റ്റ്യൻസ് മാറിക്കോട്ടെ, എന്ത് മാറ്റം വന്നു കഴിഞ്ഞാലും അത് നമുക്ക് നല്ല കോൺഫിഡൻസോട് കൂടി നമുക്ക് ഫേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ടഫ് ആവുകയാണോ ടഫായിക്കോട്ടെ, ഈസി ആവാണോ ഈസി ആയിക്കോട്ടെ, ആ ഒരു കോൺഫിഡൻസോട് കൂടിയിട്ട് നിങ്ങളുടെ എക്സാംസ് ഒക്കെ നിങ്ങൾക്ക് ഫേസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ രീതിയിലായിരിക്കണം നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻസ് ഉണ്ടാവേണ്ടത്. അതല്ലാതെ നമ്മൾ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രം, അല്ലെങ്കിൽ എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങൾ മാത്രം പഠിച്ച്, എക്സാമിന് വരുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ച് ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് എക്സാം ടൈമിലൊരു അനൗൺസ്മെൻറ്റ് വരികയാണ്, എക്സാമിന് ഇങ്ങനെ ആയിരിക്കും, എക്സാമിൻ്റെ പാറ്റേൺ മാറുകയാണ്, ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ല, ഇനി ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെയല്ല, അങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും നമ്മൾ ഭയങ്കരമായിട്ട് പാനിക്കാവും. അപ്പോൾ ഈ സിറ്റുവേഷൻസ് ഒന്നുമില്ലാതെ എന്താണെങ്കിലും സംഭവിച്ചോട്ടെ, ഞങ്ങൾ എക്സാം അടിപൊളിയായിട്ട് എഴുതും, ആ ഒരു കോൺഫിഡൻസ് എൻ്റെ കുട്ടികൾക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ എക്സാമിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. കാരണം മക്കളെ, നിങ്ങൾക്ക് ഇനി ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അല്ലാതെ, നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരില്ല, അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഏറ്റവും അടിപൊളിയായിട്ട് നിങ്ങൾ പഠിച്ചാലോ. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള എന്താ പറയുക ചാപ്റ്റേഴ്സ് ആയിക്കോട്ടെ, അത് ടോപ്പിക് വൈസ് ആയിട്ടുള്ള ലേണിംഗ് വീഡിയോസിലൂടെ കംപ്ലീറ്റ് ടെക്സ്റ്റ് ബുക്കിൽ ഓരോ ചോദ്യങ്ങളും അതിലുള്ള ഓരോ ക്വസ്റ്റ്യൻസും ഓരോ കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ട് പഠിച്ച് അതിനകത്തുള്ള ബാക്കിയുള്ള ചോദ്യങ്ങളും ചെയ്ത് ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകളും എക്സ്ട്രാ ലൈവ് ക്ലാസ്സുകളും പിന്നെ നോട്ട്സും പിന്നെ വർക്ക്ഷീറ്റും എക്സാംസും ഇതെല്ലാം വെച്ച് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഇതെല്ലാം ചെയ്ത് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് മാറ്റം വന്നാലും നിങ്ങളത് ബാധിക്കില്ല. കാരണം നിങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു, ഇതിനപ്പുറത്തേക്ക് ഇനിയൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഈ രീതിയിൽ എൻ്റെ കുട്ടികൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെ കൂളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ആ രീതിയിൽ എൻ്റെ കുട്ടികൾക്ക് നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോ ക്ലാസ്സുകളും നിങ്ങളുടെ ഓരോ ചാപ്റ്റേഴ്സും വളരെ സ്മൂത്തായിട്ട് നിങ്ങൾക്ക് ഡീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമ്മുടെ എക്സാമിൻ്റെ ബാച്ചസിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അടിപൊളിയായിട്ട് പഠിക്കും എന്നുള്ള കാര്യത്തിൽ മിസ് ഉറപ്പ് പറയാം. കാരണം അത്രയും സൂപ്പറായിട്ടായിരിക്കും നമ്മുടെ നെക്സ്റ്റ് ഇയർ ജേർണി കടന്നു പോകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ താല്പര്യമുള്ള മക്കളാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം, അടിപൊളിയായിട്ട് പഠിക്കാം. All the best.